ഗോതമ്പ് പൊടി കൊണ്ട് വായിലിട്ടാൽ അലിഞ്ഞിറങ്ങുന്ന ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ്. അതിനായിട്ട് ആദ്യം തന്നെ മിക്സറിൻ്റെ ചെറിയ ജാറിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 3 ഏലക്കായുടെ തൊണ്ട് കളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ച് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരല്പം വലിയ പാനിലേക്ക് 1/2 കപ്പ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗോതമ്പ് പൊടി ആദ്യം നെയ്യിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാനാണ് പോകുന്നത്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തുടരെ ഇളക്കി കൊടുത്തുകൊണ്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന നെയ്യൊക്കെ ഇത് അബ്സോർബ് ചെയ്യും. പിന്നെ തുടരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നെയ്യ് നന്നായിട്ട് റിലീസ് ചെയ്ത് വന്ന് തുടങ്ങും. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റോളം ഞാനിവിടെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. നെയ്യ് നന്നായിട്ട് റിലീസ് ചെയ്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും നമുക്കൊരു 5 മിനിറ്റോളം നന്നായിട്ട് വറുത്തെടുക്കാം. ആ ഒരു സമയമാകുമ്പോഴേക്കും നെയ്യ് ഇതുപോലെ നന്നായിട്ട് റിലീസായിട്ട് വരും. ഏകദേശം 10-12 മിനിറ്റ് നേരം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഇതിൻ്റെ ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഒരുപാട് ചൂടാറേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ചൂട് ഒന്ന് ചെറുതായിട്ട് ആറി വരണം. ആ ഒരു സമയം വരെ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. പാൽപ്പൊടി ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര കുറച്ചായി ചേർത്ത് കൊടുക്കാം. ആദ്യമേ മുഴുവനായിട്ടും ചേർക്കേണ്ട, കുറച്ചായിട്ടും വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യം ഇട്ട് കൊടുക്കുക, അതിനുശേഷം നന്നായിട്ട് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഇത് മുഴുവനായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര മുഴുവനായിട്ടും തന്നെ ഇതിലേക്ക് യോജിപ്പിച്ചെടുക്കണം. നമ്മളിത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നെയ്യാണ് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് റിഫൈൻഡ് ഓയിലിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ പകുതിയായിട്ട് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതാ ചേർത്ത് കൊടുത്തിരിക്കുന്ന പഞ്ചസാരയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് ആ ഒരു പാത്രം നന്നായിട്ട് നെയ്യ് തടവി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ബട്ടർ പേപ്പർ ലൈൻ ചെയ്തും കൂടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് മുഴുവനായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇതുപോലെ സ്പാറ്റിൽ ഉപയോഗിച്ചോ അല്ലാന്നുണ്ടെങ്കിൽ നെയ്യ് തടവി വെച്ച് സ്പൂൺ ഉപയോഗിച്ചോ നന്നായിട്ട് ലെവൽ ചെയ്തെടുക്കാവുന്നതാണ്. ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ബദാം ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമില്ല. ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്തും കൂടെ കൊടുക്കാം. അതവിടെ നന്നായിട്ട് പറ്റിപ്പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇനി ഇതിൻ്റെ ചൂടാറാൻ വേണ്ടി വെക്കണം. പുറമേ തന്നെ വെച്ച് കഴിഞ്ഞാൽ 2 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും ഇത് നന്നായിട്ട് സെറ്റായി കിട്ടിക്കോളും. അല്ലാന്നുണ്ടെങ്കിൽ 1 മണിക്കൂറോളം പുറമേ വെച്ച് ഒരു അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ബട്ടർ പേപ്പർ വെച്ചതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് ഡിമോൾഡ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. ബട്ടർ പേപ്പർ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ബട്ടർ പേപ്പർ വെച്ച് തന്നെ ലൈൻ ചെയ്തെടുത്തോളൂ. ഇനി ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും ഇത് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മളുടെ ബർഫി ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടുള്ള ബർഫിയാണ്. വായിലിട്ടാൽ അലിഞ്ഞിറങ്ങുന്ന ടെക്സ്ചറിലാണ് ഇത് ഉണ്ടാകുക. പുറമേ വെച്ച് നമുക്കിത് കുറേ കാലം സ്റ്റോർ ചെയ്യാനും പറ്റും. എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്.